തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവികളുടെ പരസ്യ പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തി പ്രിൻസിപ്പൽ. സമൂഹമാധ്യമങ്ങളിലൂടെയോ പത്രദൃശ്യമാധ്യമങ്ങളിലൂടെയോ പ്രതികരണം നടത്താൻ പാടില്ലെന്നാണ് നിർദ്ദേശം. ചട്ടലംഘനമുണ്ടായാൽ കർശന നടപടിയെന്നും വകുപ്പ് മേധാവികൾക്ക് പ്രിൻസിപ്പൽ മുന്നറിയിപ്പ് നൽകി. ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്നാലെ ഡോക്ടർ മോഹൻദാസിന്റെയും സമൂഹമാധ്യമ പോസ്റ്റ് ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കിയതോടെയാണ് പുതിയ നീക്കം. സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ ഇകഴ്ത്തിക്കാണിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ പരസ്യ പ്രതികരണം നടത്തരുതെന്നാണ് വകുപ്പ് മേധാവികൾക്കുള്ള നിർദ്ദേശം. വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കരുതെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകി. ഇന്നലെ ചേർന്ന വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് പ്രിൻസിപ്പലിന്റെ മുന്നറിയിപ്പ്. മരണാനന്തര അവയവദാന പദ്ധതിയായ കേസോട്ടോ പൂർണ്ണപരാജയമെന്ന് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് ഫേസ്ബുക്കിലൂടെ കുറ്റപ്പെടുത്തിയിരുന്നു. ആരോഗ്യവകുപ്പിനെതിരെയുള്ള മോഹൻദാസിന്റെ പോസ്റ്റ് വലിയ നാണക്കേടുണ്ടാക്കി. ഇതോടെ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടുകയും ഡോക്ടർ മോഹൻദാസിന് മെമ്മോ നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വകുപ്പ് മേധാവികളുടെ യോഗം വിളിക്കുകയായിരുന്നു. ഈ യോഗത്തിലാണ് വകുപ്പ് മേധാവികൾക്ക് പരസ്യ പ്രതികരണം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന് സൂചിപ്പിച്ച് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നേരത്തെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെ കടുത്ത പ്രതികാര നടപടിയാണ് ആരോഗ്യവകുപ്പ് ഹാരിസ് ചിറക്കലിനോട് സ്വീകരിച്ചത്. ജനം, തിരുവനന്തപുരം.